എനിക്ക് കോമൺ സെൻസ് ഇല്ല എന്ന് രാജേഷ് പറയുമോ? അശോകൻ പറയുമോ എനിക്ക് കോമൺ സെൻസ് ഇല്ല എന്ന്? പറയും, നിന്റെ മനസ്സ് പറയും. നീ പറയും. ധീരൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ അവരൊരു ധീരനാണെന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. നമ്മൾ എന്ത് ധൈര്യമാണ് നമ്മൾ കാണിക്കുന്നത്? അതിർത്തിയിലുള്ള ജവാന്മാരുടെ ധൈര്യം നമുക്കുണ്ട് അവിടെ. അവര് ഏത് പ്രതികൂല ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇവിടെ നമ്മൾ എന്തോ ധൈര്യം കാണിക്കും. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? അടിസ്ഥാനപരമായി ഇവർക്ക് രണ്ടുപേർക്കും ധൈര്യമുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഏറ്റവും ആദ്യം ഓടുന്നവരായിരിക്കും. ഊതല്ലേ ഇവൻ നമ്മൾ നാളെടുത്തോണേട്ടാ. ഇപ്പൊ രാജേഷിനെ ആരെങ്കിലും അടിക്കാൻ വന്നു ഏറ്റവും ആദ്യം ഓടുന്നവരായിരിക്കും. ഒന്ന് നിർത്തുവോ? മനസ്സമാധാനം തരൂ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഞാൻ ചോദിക്കട്ടെ, ഒരു ആന കുത്താമെന്ന് എന്ത് ചെയ്യും? ആന കുത്താമെന്ന് ആനയെ കണ്ടാൽ ദൂരെ കണ്ടാൽ തന്നെ ഓടും. മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരയ്ക്ക് കയറി നിൽക്കുന്ന ധീരതയല്ല, വിവരക്കേടാണ് കുട്ടി. ആ വിവരക്കേട്ട് ഞാനില്ല. ഉത്സവപ്പറമ്പ് ആന വന്നു, ജോയിഷായിട്ട് മാത്രം ഓടിയില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയാം, ആന ചവിട്ടി പിടിച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ ഓടുന്നു? ശരിക്കും മാർക്ക് കൊടുക്കണ്ടാണ്. ഞാൻ പറയുന്ന അനുസരിച്ച് ആന അപ്പം ഇങ്ങനെ കാല് താഴ്ത്തി തന്നു. അതിൽ നിന്ന് ഇറങ്ങി വന്ന് വില്ലന്മാരെ അടിക്കണം. ബാബുരാജിനെയൊക്കെ ഇടിച്ച് നിരത്തുക. റിയൽ ലൈഫിൽ ബാബുരാജിന്റെ ഒറ്റ അടി കൊണ്ട് ഞാൻ താഴെ വീഴും. മിക്ക ബാബുരാജ് എന്നെ ഇടിച്ചു കഴിഞ്ഞാൽ ഞാനില്ല. ജഗദീഷ് നിര്യാതനായി. ഞാൻ വെല്ലുവിളിക്കാണ്. ബാബുരാജിന്റെ അടുത്ത് നിങ്ങൾക്ക് മോശമായിട്ട് ബാബുരാജിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ? അതെന്താ? നേരത്തെ പറഞ്ഞ പോലെ ജഗദീഷ് പൂച്ച പോലെ എടുത്തറിഞ്ഞാൽ 4 കാലം. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും ബാബുരാജിന്റെ അടുത്ത് ഡീസന്റ് ആയിട്ട് പെരുമാറും. ഡയലോഗ് മേലെ മുഴുവൻ ചൊറിഞ്ഞു കയറണ്ടോ? വൈശാലി കുതിരപ്പുറത്ത് വരുന്നുണ്ട്. അതൊരു 12 അടി പൊക്കമുള്ള കുതിര. എന്നെ കൊണ്ട് ഒറ്റ ഓട്ടം. 5 ദിവസം കഴിഞ്ഞാൽ തിരിച്ചെത്തി. ഒരു കുതിരയെ കണ്ടാൽ ഇത്രയും ഹൈറ്റ് ഉള്ള പാടില്ല എന്നുള്ള ഒരു കോമൺ സെൻസ് വേണം. ചുപ്രഹോ കുത്തേ, ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത്. സംശ ഇല്ലാത്ത സാധനത്തിൽ തൊട്ട് കളിച്ചാ ഈ അനുഭവം കയറി ഒരു ധർമ്മേന്ദ്ര. പട്ടി ഇതുപോലെ സപ്ലൈ ചെയ്യും, സിനിമയ്ക്ക് ആവശ്യമുള്ള പട്ടികളെ സപ്ലൈ ചെയ്യും. പക്ഷെ പിള്ളേർ ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ പറഞ്ഞ് മേനോൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഹലോ മേനോനാണ്, ഏത് പട്ടി മേനോൻ? അങ്ങനെയാണെങ്കിൽ തന്നെ അയാളെ പട്ടിമേനോന്ന് വിളിക്കാൻ പാടില്ല. അല്ല, പട്ടിമേനോന്ന് വിളിക്കില്ല, അങ്ങനെയാ പുള്ളിയാന്ന് അറിയാം. പട്ടിയെ കൊടുക്കുന്ന ആളായുണ്ട്. ഞാനാണെങ്കിൽ പട്ടി ട്രെയിനർ മേനോൻ. എന്ത് മണ്ടത്തരായി പറയുന്നത്? ബുദ്ധിയില്ലാത്ത ഇവൻ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാ. ആർക്കടാ ബുദ്ധിയില്ലാത്തത്? നിനക്ക്. ഓ, ഞാൻ വിചാരിച്ചു പട്ടി ട്രെയിനർ മേനോൻ. ഇന്ന് മുതലാ ആ മേനോൻ ചേട്ടന്റെ റിലേറ്റീവ്സ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവര് കേസ് കൊടുത്ത പേര് പറഞ്ഞിട്ടില്ല. മേനോന്മാർ ആയിരക്കണക്കിന് 10,000 ആയിരക്കണക്കിന് മേനോന്മാർക്കെതിരെയാണ്. നിങ്ങള് ഇവിടെ നിൽക്കുകയാണ്. എനിക്കറിയാൻ തന്നെ ചോദിക്കും, എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? 19 തുടങ്ങിയാണല്ലോ. നിങ്ങള് ഈ ഇന്റർവ്യൂ എന്നെ അകത്ത് വിടാണ്ട് എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. നിങ്ങളെ എല്ലാരും ഇരുത്തി ഇത്രയും നല്ല രീതിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിന് ഞാൻ ആനയുടെ കൂടെയാണ്. അടിപൊളി.